പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെ ഈ അൾത്താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 മണി സമയം കാൽവരിയിൽ മനുഷ്യവംശത്തിനെ വീണ്ടെടുക്കുവാനായി പുത്രനായ ദൈവം മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയം വിശുദ്ധ ഫൗസ്തീനായി ഈശോ വെളിപ്പെടുത്തിയതുപോലെ ഈ 1 മണിക്കൂറിൽ എൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. ഒരു വലിയ ഉറപ്പ് ഈശോ നമുക്ക് തരികയാണ്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. കാരണം എത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെ നമ്മളെ കടാക്ഷിക്കുന്ന ദൈവം ഇതായി അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ കരുണയിൽ നീ ആശ്രയിക്കുക. നിന്റെ ജീവിതം രക്ഷപ്രാപിക്കുന്ന നിത്യജീവനിലേക്ക് അത് നയിക്കപ്പെടും. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ പൂർണ്ണമായി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു വലിയ ഒരു പ്രയത്നം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേസമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു വലിയ പ്രേരണയും അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ദൈവം കൂടെ കൂടെ മനുഷ്യവംശത്തെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നതെന്ന് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ഈ ഒരു പരിശ്രമം എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കണം, അത്രമാത്രം ഒരു വലിയ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആനന്ദത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. 63-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വളരെ തീക്ഷ്ണമായി ഒത്തിരിയേറെ ആഗ്രഹത്തോടുകൂടെ ക്രിസ്തുവിനെ ദൈവത്തെ അന്വേഷിക്കുന്ന സങ്കീർത്തകനെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും സങ്കീർത്തകൻ പറയുന്നത്, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ആ ഒരു വലിയ ആഗ്രഹത്തോടുകൂടി ദൈവം ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ കാരുണ്യ പ്രവർത്തികളെയും ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അല്ലെങ്കിൽ സങ്കീർത്തകൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തകനെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. ഇപ്രകാരം ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തോട്, കരുതലിനോട്, കരുണയോട് പ്രത്യുദ്ധരിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയെ സ്പർശിക്കുകയും തുടർന്ന് അവൾക്ക് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു. ജൈറോസിനെ അവൻ്റെ മകളെ ശുശ്രൂഷിക്കുവാനാണ് അല്ലെങ്കിൽ അവൾക്ക് രോഗസൗഖ്യം നൽകുവാനാണ് ഈശോ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ രക്തസ്രാവക്കാരി, ഒത്തിരിയേറെ 12 വർഷമായ രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. ഒത്തിരിയേറെ ആളുകൾ ഈശോ നടക്കുന്ന വഴികളിൽ തിങ്ങിക്കൂടി ഈശോയെ തിക്കുകയും ജരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ പുറകിലൂടെ വന്ന് ആരും നോട്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ
ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയാണ്. അവൾ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുമ്പോൾ അവളുടെ മനസ്സിലെ ആഴമായ വിശ്വാസം എപ്രകാരമായിരുന്നു എന്നുള്ളത് 21-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആഴമായ ഒരു വിശ്വാസം, അതായത് എൻ്റെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. ഒത്തിരിയേറെ ആളുകളുടെ അടുത്ത് അവൾ രോഗസൗഖ്യത്തിനായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരിയേറെ വൈദ്യന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവളുടെ ജീവിതത്തിൽ 12 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ ശാരീരിക അസ്വസ്ഥത, അത് അവൾ തീരുമാനിക്കുകയാണ്, ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്ന ആ സ്ത്രീക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇത്രമാത്രം തിരക്കിനിടയിലും തന്നെ സ്പർശിച്ചവളെ കാണുവാനും മനസ്സിലാക്കുവാനും ഈശോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുകയും ഈശോയെ സ്പർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രോഗസൗഖ്യം നമുക്ക് ലഭിക്കും, ഒരു വലിയ ആശ്വാസം. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങളെല്ലാം കുറഞ്ഞ് ഒത്തിരി ആശ്വാസം ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടും. വിശ്വാസത്തോടെ ഈശോയെ തൊടുവാനും കാണുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അവൾ ഒരിക്കലും വിചാരിച്ചില്ല, അവൾ വിചാരിച്ച കാര്യം മറ്റെല്ലാവരും അവളെ മാറ്റി നിർത്തുമായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് എല്ലാ വൈദ്യന്മാരുടെ അടുത്ത് പോയ പോലെയൊക്കെ ആയിരിക്കുമെന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും അവളുടെ ആഴമായ വിശ്വാസം അവളെ ഒരു വലിയ രോഗസൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഈശോ അവളെ നോക്കി പറയുന്ന കാര്യം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന കാര്യം, നമ്മുടെ വിശ്വാസ ജീവിതം ആഴമായ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുവാനും ഈശോയുടെ നന്മയിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സ്വാധീനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ആശ്രയിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഈ ഒരു വലിയ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മറികടക്കുവാൻ, അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ ശക്തി എനിക്ക് തരും, അല്ലെങ്കിൽ ഈ ഒരു സഹനങ്ങളെ ധീരതയോടെ നേരിടുവാനായിട്ടുള്ള ശക്തി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ ഈശോയെ സമീപിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്ന കാര്യമാണ്, വചനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ അവിടെ ഈശോയുടെ അടുത്തേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നവരുടെ ജീവിതങ്ങളിലൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണുന്നു. ഇന്ന് പലപ്പോഴും അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ഓടി നടക്കുന്നവർ പലപ്പോഴും മറന്നുപോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുവാൻ, കൂദാശകളിലേക്ക് നോക്കുവാൻ, വചനത്തിലേക്ക് കടന്നു വരുവാനും നമ്മളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതം കാണാൻ പറ്റും. ആദിമസഭയിലെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് അവർ കടന്നുപോയപ്പോൾ അവരുടെ നിഴലുകൾ പോലും ആ രോഗികൾക്ക് സൗഖ്യം നൽകിയെന്നാണ് പറയുന്നത്. അത്രമാത്രം അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ആദിമസഭയിൽ അവർക്കിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആഴമായ വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശുദ്ധ ദൈവസഹായത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈശോയെ അറിയാനായിട്ട് സാധിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക്, ഇസ്താക്യൂസ് ബെനഡിക്റ്റ് ഡിലനോ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനിലൂടെ ഈശോയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയ സാധ്യത ലഭിച്ചു. ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ ആഴമായ വിശ്വാസത്തോടെ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച് എല്ലാവരോടും ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാനും തൻ്റെ ജീവിതം പോലും തനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു വലിയ സാഹചര്യങ്ങൾ മുന്നിൽ വന്നപ്പോഴും അവിടെയൊക്കെ അടിപതറാതെ ഉറച്ച് ഏറ്റുപറഞ്ഞ ഈശോയെ ഏറ്റുപറഞ്ഞ ദൈവസഹായത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആധുനിക യുഗത്തിൽ ഇത്രമാത്രം സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം കൂടിയിട്ട് പലപ്പോഴും നമുക്ക് കൂടാത്ത ഒരു കാര്യം ആഴമായ ഈ ഒരു വിശ്വാസമാണ്, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആഴമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം.
ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിക്കുവാനും ആ കരുണയിൽ ആശ്രയം വയ്ക്കുവാനും ആയിട്ടുള്ള ഒരു ആഴമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. 63-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങൾ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയുടെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുവാൻ ഈശോയെ ലോകമെമ്പാടുമുള്ള സകലതയും അങ്ങയുടെ കരുണയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായ ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും കർത്താവെ അങ്ങനെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. അവർ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപോയ എല്ലാ പാപങ്ങളെയും കറകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസാന്തരമില്ലാതെ കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിക്കാതെ സ്വാർത്ഥതയിലും സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. യുവജനങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും ഈശോയെ നിന്റെ കരുണയിൽ ആശ്രയിക്കത്തക്ക വിധത്തിൽ നിന്നിലേക്ക് അവരെ ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആഴമായ വിശ്വാസത്തോടെ നിന്റെ ജനത്തിന് നൽകുവാനായിട്ടുള്ള വലിയ അഭിഷേകവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവരെയും ജീവിതത്തിലേറെ പ്രയാസങ്ങളിലും കഷ്ടതകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഭാരപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളതിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും